ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC കോമ്പറ്റീവ് ചാനൽ. ഞാൻ കൃഷ്ണകുമാർ. മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കോശത്തെക്കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു സയൻസിൽ. അതെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മെയിൻ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റ്സ് ആയിരുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജനറൽ ഇംഗ്ലീഷിൽ, PSCയിൽ ജനറൽ ഇംഗ്ലീഷിൽ സ്ഥിരമായി ചോദിക്കുന്ന കണ്ടീഷണൽ സെൻറ്റൻസസ് എന്ന് പറഞ്ഞ ഒരു ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്ലൈഡിലേക്ക് കിടക്കാം. ഫസ്റ്റ് സ്ലൈഡ് കണ്ടീഷണൽ സെൻറ്റൻസസ്. എ കണ്ടീഷണൽ സെൻറ്റൻസ് ഹാസ് 2 പാർട്സ്. ഒരു സെൻറ്റൻസിന് 2 പാർട്ടുണ്ടാവും. ഒന്ന് എ കണ്ടീഷണൽ ക്ലോസ് ആൻഡ് എ മെയിൻ ക്ലോസ്. ഒരു കണ്ടീഷണൽ ക്ലോസും ഒരു മെയിൻ ക്ലോസുമാണ് ഉണ്ടാവുക. കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്നത് ഈഫ് ചേർന്ന് വരുന്നതാണ്. ഈഫ് ചേർന്ന് വരുന്നതിനാണ് കണ്ടീഷണൽ ക്ലോസ് എന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് വരുന്നത് ഒരു കോമറ്റർ വരുന്നതാണ് മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇഫ് യു മീറ്റ് ഹിം ഹി വിൽ ബി ഹാപ്പി. അപ്പോൾ ഇഫ് യു മീറ്റ് ഹിം എന്ന് പറഞ്ഞ ഭാഗമാണ് കണ്ടീഷണൽ ക്ലോസ്. ഹി വിൽ ബി ഹാപ്പി എന്ന് പറയുന്ന ഭാഗം മെയിൻ ക്ലോസ് ആണ്. ഇത് നേരെ തിരിച്ചും വരാം. ഇത് നേരെ തിരിച്ചും വരാറുണ്ട്. ഫസ്റ്റ് ഈഫ് തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. രണ്ടാമത് മെയിൻ ക്ലോസ് ആദ്യം വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനുള്ള എക്സാമ്പിൾ ഹി വിൽ ബി ഹാപ്പി. ഇത് നേരെ തിരിച്ചും വരാം. ഇഫ് യു മീറ്റ് ഹിം. ഈഫിൻ്റെ നെഗറ്റീവ് ഫോമാണ് അൺലെസ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അൺലെസ് ഷീ കംസ്. അൺലെസ് ഷീ കംസ് എന്തിന് ഈക്വലാണ്? ഇഫ് ഷീ ഡസ് നോട്ട് കം. അതായത് ഈഫിൻ്റെ നെഗറ്റീവാണ് അൺലെസ്. അൺലെസ് ഷീ കംസ് എന്ന് പറയുന്നത് തുല്യമാണ് ഇഫ് ഷീ ഡസ് നോട്ട് കം എന്ന് പറയുന്നത്. ഇങ്ങനെ ക്വസ്റ്റ്യനിൽ അൺലെസ് വെച്ചിട്ടും ചോദ്യം ചോദിക്കാറുണ്ട്. ആ ഒരു ചോദ്യം PSC വന്നത് ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ടുള്ള കാര്യത്തിൽ കിടക്കാം. ഈഫ് ക്ലോസിലേക്ക് കിടക്കാം. ഈഫ് ക്ലോസിന് 3 ടൈപ്സ് ആണുള്ളത്. വൺ പ്രോബബിൾ കണ്ടീഷനിൽ സിമ്പിൾ കണ്ടീഷൻ സെൻറ്റൻസിൽ സിമ്പിൾ പ്രസൻറ്റ് വരുമ്പോൾ ഷാൾ, വിൽ, ക്യാൻ ഓർ മേ പ്ലസ് ഇൻഫിനിറ്റീവ് വരും. ടൈപ്പ് 2 ഇംപ്രോബബിൾ കണ്ടീഷൻ വരുമ്പോൾ സിമ്പിൾ പാസ്റ്റ് വരും. കണ്ടീഷണൽ സെൻറ്റൻസ് സിമ്പിൾ പാസ്റ്റ് വരും. മെയിൻ ക്ലോസ് ഷുഡ്, വുഡ്, കുഡ് ഓർ മൈറ്റ് പ്ലസ് ഇൻഫിനിറ്റീവ്. കണ്ടീഷൻ ഇൻഫിനിറ്റീവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടീഷൻ ടെൻസ് എന്ന് നമ്മൾ പറയും. ടൈപ്പ് 3 ഇമ്പോസിബിൾ കണ്ടീഷൻ, പാസ്റ്റ് പെർഫെക്റ്റാണ് കണ്ടീഷൻ സെൻറ്റൻസ് വരിക. മെയിൻ ക്ലോസിൽ ഷുഡ്, വുഡ്, കുഡ് ഓർ മൈറ്റ് പ്ലസ് പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ്. അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് നമ്മളവിടെ ഉപയോഗിക്കുക. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതാണ് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇത് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. അടുത്ത സൈഡിലേക്ക് കിടക്കാം. ഇനി ഓരോ ടൈപ്പായിട്ട് നമുക്ക് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് ടൈപ്പിന് എക്സാമ്പിൾസ് ആണ്. ഇഫ് ഹി വർക്ക്സ് ഹാർഡ് ഹി വിൽ സക്സീഡ്. ഇഫ് ഹി വർക്ക്സ് ഹാർഡ് ഹി വിൽ സക്സീഡ്. ഇത് ഈഫ് ക്ലോസ് ആണ്. ആദ്യത്തെ ഈഫ് ക്ലോസ് ആണ്. ഇഫ് ഹി വർക്ക്സ് ഹാർഡ് അത് സിമ്പിൾ പ്രസൻറ്റിലാണ് വന്നത്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റാണ് വന്നു വെച്ചാൽ നമ്മളിവിടെ എന്താണ് ഉപയോഗിക്കേണ്ടത്? സിമ്പിൾ പ്രസൻറ്റാണ് വന്നു വെച്ചാൽ നമ്മൾ എന്താ പഠിച്ചത്? സിമ്പിൾ പ്രസൻറ്റാണ് വന്നു വെച്ചാൽ വില്ല്, ഷാള്, ക്യാന്, മൈറ്റ്. അപ്പോൾ നമ്മൾ വില്ല് ഉപയോഗിച്ചു. ഇവിടെ മെയിൻ ക്ലോസിൽ വില്ല് ഉപയോഗിച്ചു. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ ഈഫ് ഇറ്റ് റെയിൻസ്. ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ്. അപ്പോൾ നമ്മളിവിടെ വില്ല്, ഷാള്, ക്യാന് ഓർ മേ ആണ് ഉപയോഗിക്കേണ്ടത്. മേ പ്ലസ് ഇൻഫിനിറ്റീവ്. ഇവിടെ ഇൻഫിനിറ്റീവ് ആണ് വന്നിരിക്കുന്നത്. സക്സീഡ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റീവ് ആണ്. പോസ്റ്റ് പോൺ ഇൻഫിനിറ്റീവ് ആണ്. അടുത്ത് അൺലെസ് വന്നിട്ട് ഞാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെങ്ങനെയാണ് വരിക? അൺലെസ് യു അപ്പോളജൈസ്. അൺലെസ് യു അപ്പോളജൈസ് എന്ന് പറഞ്ഞാൽ ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. അപ്പോൾ നമ്മളത് മെയിൻ ക്ലോസിൽ ഹി വിൽ നോട്ട് ഫോർഗീവ് യു. ഹി വിൽ നോട്ട് ഫോർഗീവ്. അപ്പോൾ ബേസ് ഫോമാണ്. ഫോർഗീവ് അപ്പോൾ ബേസ് ഫോമായിട്ട് വന്നു. ബേസ് ഫോമോട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ അത് അങ്ങനെ വരും. അടുത്തതിലൊരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. എക്സെപ്ഷണൽ കേസ് എന്ന് പറയുമ്പോൾ ഷുഡ് പ്ലസ് ഇൻഫിനിറ്റീവ് വരാം. ഇതിൽ സിമ്പിൾ പ്രസൻറ്റിൽ തന്നെ ഷുഡ് പ്ലസ് ഇൻഫിനിറ്റീവ് ആയിട്ട് വരാം. അങ്ങനെ ചില കണ്ടീഷണൽ ഇത് വരുമ്പോൾ അപ്പോഴും നമ്മൾ ഈ റൂൾ തന്നെയാണ്, ഈ ടൈപ്പ് 1 തന്നെയാണ് ഉപയോഗിക്കുക. അതിൻ്റെ ഒരു ഫോമാണിത്. ഷുഡ് പ്ലസ് ഇൻഫിനിറ്റീവ്. ഷുഡ് പ്ലസ് ഫെയിൽ. ഷുഡ് ഇഫ് യു ഷുഡ് ഫെയിൽ ടു ഗെറ്റ് ദ മണി ഐ വിൽ ഹെൽപ്പ് യു. അപ്പം നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് ഈ വില്ല് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇത് നമുക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. നമ്മൾ ചിലപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് 2ലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ടൈപ്പ് 2 അല്ല, ഇത് ടൈപ്പ് 1 ആണ്. ഇതാണ് എക്സെപ്ഷണൽ കേസ്. ഇപ്പോൾ PSC ചില എക്സെപ്ഷണൽ കേസൊക്കെ ചോദിക്കുന്നുണ്ട്. മുമ്പ് ഡയറക്റ്റ് ക്വസ്റ്റനാണ് ചോദിച്ചിരുന്നത്. ഇപ്പോൾ PSC എക്സെപ്ഷണൽ കേസൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. എക്സാമ്പിൾ നോക്കിക്കുക. ഇഫ് യു ഷുഡ് ഫെയിൽ ടു ഗെറ്റ് ദ മണി. അപ്പോൾ ഷുഡ് പ്ലസ് ഇൻഫിനിറ്റീവ് ഉള്ള ഫോമിൽ വരും. ആ ഫോമിൽ വരുമ്പോൾ നമുക്ക് ഈ ടൈപ്പ് 1 തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അടുത്തൊരു കണ്ടീഷനാണ്. അതൊരു കണ്ടീഷൻ വുഡ് ലൈക്ക് ടു ആൻഡ് വുഡ് കെയർ ടു. വുഡ് ലൈക്ക് ടു ആൻഡ് വുഡ് കെയർ ടു എന്ന് പറയുന്നത് അതായത് ഒരു വിഷ്, ഒരു വാണ്ട്, അതായത് ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ആവശ്യം വരുമ്പോഴാണ് ഈ വുഡ് ലൈക്ക് ടു, വുഡ് കെയർ ടു എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് എക്സാമ്പിൾ നോക്കാം. ഇഫ് യു വുഡ് ലൈക്ക് ടു വിസിറ്റ് ദ സൂ ദ ബോയ് വിൽ ടേക്ക് യു ദെയർ. നിങ്ങൾ സൂവിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബോയ് നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകും എന്നാണ് പറയുന്നത്. ഇതൊരു ആഗ്രഹം
ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ വുഡ് ലൈക്ക് ടു, ഈ വുഡ് ലൈക്ക് ടു ഈ വുഡ് കെയർ ടുയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഇഫ് യു വുഡ് ലൈക്ക് ടു വിസിറ്റ് ദ സൂ ദ ബോയ് വിൽ ടേക്ക് യു ദർ. ഇഫ് യു വുഡ് കെയർ ടു സീ ദ പ്ലേ ഐ വിൽ സെൻഡ് യു എ ടിക്കറ്റ്. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കളി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ടിക്കറ്റ് സെൻഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഒരു ആഗ്രഹം, ഒരു ആവശ്യം ഇതൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ വുഡ് ലൈക്ക് ടു വുഡ് കെയർ ടു ഉപയോഗിക്കും. ഇത് ടൈപ്പ് 1 വരുന്ന കണ്ടീഷൻ തന്നെയാണ്. അപ്പോൾ ടൈപ്പ് 1 3 എക്സെപ്ഷണൽ കേസ് വന്നു. ഒന്ന് ഷുഡ് പ്ലസ് ഇൻഫിനിറ്റീവ് വന്നു. ഷുഡ് പ്ലസ് ഇൻഫിനിറ്റീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വുഡ് ലൈക്ക് ടു വുഡ് കെയർ ടു, ഇതൊന്ന് PSC ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല. ഇപ്പോൾ പക്ഷേ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്, ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനിയുള്ള എക്സാമൊക്കെ ഇത് പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പോൾ ഇതെന്തായാലും പഠിച്ചിരിക്കണം. വുഡ് ലൈക്ക് ടു ആൻഡ് വുഡ് കെയർ ടു എന്ന് പറയുമ്പോൾ നമ്മൾ ടൈപ്പ് 1 തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ടൈപ്പ് 1 ഇവിടെ കഴിഞ്ഞിരിക്കുന്നതാണ്. ഇനി അടുത്ത് ടൈപ്പ് 2ലേക്ക് കിടക്കാം. ടൈപ്പ് 1 നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അത് ടൈപ്പ് 2ലേക്ക് കിടക്കാം. ടൈപ്പ് 2 എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇഫ് യു വർക്ക്ഡ് ഹാർഡ് ഹീ വുഡ് സക്സീഡ്. ടൈപ്പ് 2 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൈപ്പ് 2 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഫ് യു വർക്ക്ഡ് ഹാർഡ് ഹീ വുഡ് സക്സീഡ്. അതായത് പാസ്റ്റിലാണ് വരിക, സിമ്പിൾ പാസ്റ്റിലാണ് ഇവിടെ വരിക. സിമ്പിൾ പാസ്റ്റിൽ ഇവിടെ വന്നിട്ടുണ്ട് യു വർക്ക്ഡ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഹീ വുഡ് സക്സീഡ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് വുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഇൻഫിനിറ്റീവ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഹീ വുഡ്, ഇവിടെ വുഡ് നമ്മൾ ഉപയോഗിച്ചു, അല്ലെങ്കിൽ കുഡ്, മൈറ്റ് അങ്ങനെ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. വുഡാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യാറ്. വുഡേ ചോദിക്കാറുള്ളൂ, ഷാളും ഷുഡൊന്നും ചോദിക്കാറില്ല. വുഡാണ് കൂടുതൽ ചോദിക്കാറ്. അപ്പോൾ ഇഫ് യു വർക്ക്ഡ് ഹാർഡ് ഹീ വുഡ് സക്സീഡ്. ഈ എഴുതിയിരിക്കുന്നത് തന്നെ PSCയുടെ സ്ഥിരം ക്വസ്റ്റ്യനാണ്. ഇഫ് യു വർക്ക് ഹാർഡ് ഇത് വെച്ചിട്ട് 3 ടൈപ്പിലും ചോദിക്കാറുണ്ട്, എക്സാമിന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്ന് എഴുതിയിരിക്കുന്നതൊക്കെ ഇതുപോലെ തന്നെ വരാം എക്സാമിന് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത ഒരു എക്സാമ്പിൾ, ഇഫ് ഹി വെൻറ്റ് ദെയർ ഹീ വുഡ് മീറ്റ് ഹെയർ. നീ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവളെ കാണാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അർത്ഥം നോക്കണ്ട, ഇതിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റാണ് നോക്കിയാൽ മതി. ഫസ്റ്റ് സിമ്പിൾ പാസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഹീ വുഡ് മീറ്റ് ഹെയർ, അപ്പോൾ വുഡ് പ്ലസ് ഇൻഫിനിറ്റീവ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അടുത്ത് ഇഫ് ഐ കോൾഡ് ഹിം എന്ന് പറയുമ്പോൾ ഇവിടെ സിമ്പിൾ പാസ്റ്റ് വന്നു. അപ്പോൾ നമ്മളിവിടെ വുഡ് ഉപയോഗിക്കും, നമ്മൾ പറഞ്ഞ പോലെ വുഡ് ഉപയോഗിക്കും. ഈ ഇൻട്രോഗേറ്റീവ് രൂപത്തിലും നമുക്ക് വരാം. വാട്ട് വുഡ് ഹി ഡു ഇഫ് യു ഡിഡിൻറ്റ് റിട്ടേൺ ദ മണി. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ഡൗട്ട് അടിക്കാൻ പാടില്ല, ഈഫിൻ്റെ ക്ലോസ് ആണെന്ന് മനസ്സിലാക്കണം. ഇത് കാണുമ്പോൾ ഏത് ക്വസ്റ്റൻ ആണെന്ന് അറിയാൻ നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇഫ് യു ഡിഡിൻറ്റ് റിട്ടേൺ ദ മണി, ആ സെക്ഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊരു സിമ്പിൾ പാസ്റ്റിലാണ് ഇരിക്കുന്നത്. ഡിഡ് വന്നതൊക്കെ സിമ്പിൾ പാസ്റ്റാണ്. ഡു ഡസ് ഡിഡിൽ ഡിഡ് വന്നാൽ സിമ്പിൾ പാസ്റ്റാണ് വരിക എന്ന് നമുക്ക് അറിയാം. അപ്പോൾ തൊട്ടിപ്പുറത്ത് നമ്മളിവിടെ മെയിൻ ക്ലോസിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഇൻഫിനിറ്റീവ് വരണം. അതിവിടെ വന്നിട്ടുണ്ട്, ഡു ഇൻഫിനിറ്റീവ് വന്നു. ഇവിടുത്തെ വെർബ് ഇതാണ് വരിക. അപ്പോൾ നമ്മളത് ആയിട്ട് ഉപയോഗിക്കും. വാട്ട് വുഡ് ഹി ഡു ഇഫ് യു ഡിഡിൻറ്റ് റിട്ടേൺ ദ മണി. ഇനി ഇതിലെ എക്സെപ്ഷണൽ കേസിലേക്ക് നമുക്ക് കടക്കാം. ഇനി ടൈപ്പ് 2 എക്സെപ്ഷണൽ കേസ് എന്ന് പറഞ്ഞാൽ ഈഫ് പ്ലസ് വിൽ ഓർ വുഡ് നമുക്ക് വരാം. ഈഫ് കഴിഞ്ഞിട്ട് വിൽ ഓർ വുഡ് വന്നിട്ടുള്ള പോർഷൻ ഇതിൽ വരാറുണ്ട്. അങ്ങനെ വെച്ചാൽ എക്സ്പ്രസ് പൊളൈറ്റ് റിക്വസ്റ്റ്. ഇത് ടൈപ്പ് 1 ടൈപ്പ് 2 വരും. ടൈപ്പ് 1 ടൈപ്പ് 2 പൊളൈറ്റ് ചില റിക്വസ്റ്റുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ടൈപ്പ് 1 ടൈപ്പ് 2 ഈ ഇത് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഈഫ് പ്ലസ് വില്ല് അല്ലെങ്കിൽ ഈഫ് പ്ലസ് വുഡ് കയറി വരാം. ഈഫിൽ തന്നെ അങ്ങനെ വില്ലും വുഡും കയറി വരാം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനോട് എക്സാമ്പിൾ നോക്കാം. ഇഫ് യു വിൽ ഓർ വുഡ് കം വിത്ത് മീ ഐ വിൽ ഗീവ് യു ദ ബുക്ക്. അപ്പോൾ ഐ വിൽ ഗീവ് എന്ന് പറയും. അപ്പോൾ വിൽ പ്ലസ് ഇൻഫിനിറ്റീവ് വന്നു. ഈ ടൈപ്പ് 2 നമ്മൾ പഠിച്ചത് ഐ ഷുഡ്, വുഡ്, അങ്ങനെ അത് വരാം. ഐ ഷുഡ് വുഡ് ബി ഗ്രേറ്റ്ഫുൾ. ഈഫിൻ്റെ അവിടെ യു വുഡ് കണ്ടു. ഈഫ് പ്ലസ് വുഡ് വില്ല് എന്ന കണ്ടീഷൻ വന്നു. അപ്പോൾ ഈഫ് യു വുഡ് സെൻഡ് മീ ദ ഡീറ്റെയിൽസ് ഐ ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ എന്നാണ് ഇത് ഇവിടെ വരുന്നത്. അപ്പോൾ ഐ ഷുഡ് വുഡ്, അപ്പോൾ ഈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കണ്ടീഷനാണ്, ടൈപ്പ് 2 കണ്ടീഷനാണ്. ഇതിൽ വന്നത് ടൈപ്പ് 1 കണ്ടീഷനാണ്. അപ്പോൾ ടൈപ്പ് 1 ടൈപ്പ് 2 ഈ കണ്ടീഷൻ വരാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ എക്സെപ്ഷണൽ കേസ് നമുക്ക് എന്തായാലും നോക്കിയിരിക്കണം. ഈഫ് പ്ലസ് വില്ല് അല്ലെങ്കിൽ വുഡ് വരാം. ഈഫ് പ്ലസ് വില്ല് വുഡ് എന്നോ ടൈപ്പ് 1 ടൈപ്പ് 2 വരാം. അടുത്തൊരു മെയിൻ കണ്ടീഷനാണ്. ഇത് PSCയുടെ സ്ഥിരം ക്വസ്റ്റ്യനാണ്. ഈഫ് ഐ വെയർ ആൻ ആപ്പിൾ. സാധാരണ നമ്മൾ ഐയുടെ കൂടെ വാസാണ് ഉപയോഗിക്കാം. പക്ഷേ കണ്ടീഷണൽ സെൻറ്റൻസിൽ നമുക്ക് ഐയുടെ കൂടെ വേർ ഉപയോഗിക്കാം. അപ്പോൾ
ഇഫ് ഐ വെയർ ആൻ ആപ്പിൾ, അതിനൊരു എക്സാമ്പിൾ. ഇതേപോലെ തന്നെ PSC ചോദിക്കാം, ഇതേപോലത്തെ അല്ലെങ്കിൽ ഈ മോഡലിലാണ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇഫ് ഐ വെയർ ആൻ ആപ്പിൾ യു വുഡ് ഈറ്റ് മീ. ഇഫ് ഐ വെയർ ആൻ ആപ്പിൾ, അപ്പോൾ വെയറാണ്, അപ്പോൾ പാസ്റ്റാണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ നമ്മൾ ഇപ്പുറത്ത് എന്താ ഉപയോഗിക്കുക? വുഡ് പ്ലസ് ബേസ് ഫോമാണ് ഉപയോഗിക്കുക. വുഡ് പ്ലസ് ബേസ് ഫോം അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആണ് ഉപയോഗിക്കുക. അങ്ങനെയാണ് ടൈപ്പ് 2 വരുന്നത്. ഇനി നമുക്ക് ടൈപ്പ് 3യിലേക്ക് കടക്കാം. ഈ ടൈപ്പ് 2ൻ്റെ എക്സെപ്ഷണൽ കേസ് എന്തായാലും ശ്രദ്ധിച്ചിരിക്കണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ടൈപ്പ് 3. ടൈപ്പ് 3യുടെ എക്സാമ്പിൾ പറയുമ്പോൾ ടൈപ്പ് 3 എക്സെപ്ഷണൽ കേസൊന്നും വരുന്നില്ല, സാധാരണ ഡയറക്റ്റ് ചോദ്യങ്ങളാണ് വരാറ്. എക്സാമ്പിൾസ് ഇഫ് ഹി ഹാഡ് വർക്ക്ഡ് ഹാർഡ്, ഇതേ ക്വസ്റ്റ്യൻ എപ്പോഴും വരാട്ടോ. ഈ വർക്ക് ചെയ്യുന്നത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇഫ് ഹി ഹാഡ് വർക്ക്ഡ് ഹാർഡ് ഹി വുഡ് ഹാവ് സക്സീഡ്. ഇഫ് ഹി ഹാഡ് വർക്ക്ഡ്, അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആയി. അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ വുഡ് ഹാവ് ഉപയോഗിക്കും. വുഡ് പ്ലസ് ഹാവ് ആണ് ഉപയോഗിക്കുക. അതായത് പാസ്റ്റ് പെർഫെക്റ്റ് സാധനം ഉപയോഗിക്കും. വുഡ് ഹാവ് പ്ലസ് സക്സീഡർ എന്നാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ്, മൈറ്റ് ഹാവ് അങ്ങനെയാണ് വരിക. ഇനി അടുത്ത് ഇഫ് യു ഹാഡ് കോൾഡ് ഹിം, അപ്പോൾ ഹാഡ് പാസ്റ്റ് പെർഫെക്റ്റ് വന്നു. അപ്പോൾ നമ്മളിവിടെ വുഡ് ഹാവ് പ്ലസ് ഇൻഫിനിറ്റി ഫോം വരണം. വുഡ് ഹാവ് എന്ന് പറഞ്ഞാൽ പ്ലസ് ഇൻഫിനിറ്റി ഫോം അല്ല, സോറി, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇപ്പോൾ ഇതിൽ കമ്മ്, കെയിം, കമ്മ് അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ കമ്മ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് വരിക. അപ്പോൾ വുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വന്നു. ഇവിടെ കുഡ് ഹാവ്, ഷുഡ് ഹാവ് എല്ലാം വരാം. ഇവിടെ വുഡ് ഹാവ് ആണ് കൂടുതൽ വരാറ്. അത് ഷീ കുഡ് ഹാവ് ഗോട്ട് ദി ജോബ്. ഇതിലാദ്യം ഷീ കുഡ് ഹാവ് വന്നു, അപ്പോൾ നമ്മളത് തെറ്റരുത് നമുക്ക്. അപ്പോൾ ഇവിടേക്ക് നോക്കുക, ഇഫ് ഷീ ഹാഡ് ട്രൈഡ്, ഇഫ് ഷീ ഹാഡ് ട്രൈഡ് വന്നു. ഇഫ് ഷീ ഹാഡ് ട്രൈഡ് എന്നുള്ളത് എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്, അല്ല പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ കുഡ് ഹാവ് ഗോട്ട്, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അടുത്തൊരു എക്സാമ്പിൾ, ഇഫ് ഇറ്റ് ഹാഡ് റെയിൻഡ് ഹി വുഡ് ഹാവ് പോസ്റ്റ് പോൺഡ് ദ പാർട്ടി. അപ്പോൾ ഇഫ് ഇറ്റ് ഹാഡ് റെയിൻഡ് എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് അറിയാം. അപ്പോൾ നമ്മളിപ്പുറത്ത് എന്ത് ഉപയോഗിക്കും? വുഡ് ഹാവ് പോസ്റ്റ് പോൺഡ്. പോസ്റ്റ് പോൺഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. അപ്പോൾ വുഡ് ഹാവ് പ്ലസ് പോസ്റ്റ് പോൺഡ് വരും. അടുത്ത സംടൈംസ് വി യൂസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഈസ് യൂസ്ഡ് ഇൻ ബോത്ത് ക്ലോസ്. ബോത്ത് ക്ലോസിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സാധാരണ ചെയ്യാറുണ്ട്, അത് ചോദിക്കാറില്ല, എന്നാലും ജസ്റ്റ് നോക്കിക്കാം. ഇഫ് യു ഡ്രോപ്പ് എൻ എഗ് ഇറ്റ് ബ്രേക്സ്, ഇത് രണ്ട് സെക്ഷനിലും സിമ്പിൾ പ്രസൻ്റ് ആണ് വരുന്നത്, ആണ് ഉദ്ദേശിക്കുന്നത്. ഇഫ് യു ടേൺ ദ സ്വിച്ച് ദ മെഷീൻ വർക്ക്സ്, അപ്പോൾ ഇങ്ങനെ വരില്ല എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെയും കണ്ടീഷൻ സെൻസ് വരാം. നമ്മൾ മനസ്സിലാക്കി വയ്ക്കാൻ വേണ്ടി മാത്രം കിട്ടുന്നുള്ളൂ, ഇതങ്ങനെ ചോദിക്കാറില്ല. അപ്പോൾ ടൈപ്പ് 3യിൽ എങ്ങനെ വരുന്നത്? കണ്ടീഷണൽ സെൻറ്റൻസ് പാസ്റ്റ് പെർഫെക്റ്റ് വരും. അപ്പോൾ നമ്മൾ മെയിൻ ക്ലോസിൽ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? വുഡ്, കുഡ്, ഷുഡ് അങ്ങനെ വരും. പ്ലസ് ഹാവ്, പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് PPV എന്ന് പറയാം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് വെർബ് എന്ന് പറയാം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് വെർബാണ്. അപ്പോൾ ടൈപ്പ് 3യിൽ നമുക്ക് വരുന്നത് ശ്രദ്ധിച്ചിരിക്കണം, പാസ്റ്റ് പെർഫെക്റ്റ് ആണ് കണ്ടീഷൻ സെൻറ്റൻസിൽ വരിക. അപ്പോൾ മെയിൻ ക്ലോസിൽ വുഡ്, കുഡ്, ഷുഡ്, ഹാവ്, ഷുഡ് അതിൻ്റെ കൂടെ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് വെർബ് എന്നാണ് വരിക. നമുക്ക് ടൈപ്പ് 3യും നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. ടൈപ്പ് 3യിൽ അങ്ങനെ എക്സെപ്ഷണൽ കേസൊന്നും വരുന്നില്ല. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, ഈ മുഴുവൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഞാനൊരു സെക്കൻഡ് വെയിറ്റ് ചെയ്യും. ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നതോടുകൂടി നിങ്ങൾ അതിൻ്റെ ആൻസർ നിങ്ങൾ മനസ്സിൽ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിക്കുക. എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതിൻ്റെ ആൻസർ മനസ്സിലാവും. നിങ്ങൾക്കത് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് യു ഹാഡ് വാണ്ട് ഹിം, ഇഫ് യു ഹാഡ് വാണ്ട് ഹിം ഹി ഡാഷ്, ഇവിടെ ഡാഷാണ്, ഹി ഡാഷ് ടേക്കൺ ദ മോട്ടോർ ബൈക്ക്. അതാണ് ചോദ്യം. ഓപ്ഷൻ എ വുഡിൻറ്റ് ഹാവ്, ഓപ്ഷൻ ബി ഡിഡിൻറ്റ് ഹാവ്, ഓപ്ഷൻ സി വിൽ ബി, ഓപ്ഷൻ ഡി ഷാൾ ഹാവ്. നമ്മൾ ഇതിൻ്റെ ആൻസർ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മളിവിടെ ആദ്യം നോക്കേണ്ടത് ഈഫ് ക്ലോസിലേക്ക് നോക്കുക, കണ്ടീഷണൽ ക്ലോസിലേക്ക് നോക്കുക. അപ്പോൾ കണ്ടീഷൻ സെൻറ്റൻസിലേക്ക് നോക്കണം. അപ്പോൾ ഇഫ് യു ഹാഡ് വാണ്ട് ഹിം, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് ഹാഡ് വാണ്ട് ഹിം വന്നിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ഫോമിലാണ് വന്നിരിക്കുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് ഫോമിലാണെങ്കിൽ അത് ടൈപ്പ് 3 ആണെന്ന് നമുക്ക് മനസ്സിലായി. ടൈപ്പ് 3 ആണെങ്കിൽ നമ്മൾ അതിൽ ഉപയോഗിക്കുക വുഡ്, കുഡ്, മൈറ്റ്,
ഹാവ് പ്ലസ് PPV ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വുഡ് ഷുഡ് കുഡ് വരുന്നത് ഏതെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഷാൾ ഹാവ് വന്നു. ഷാൾ ഹാവ് ഒരിക്കലും വരില്ല, ഷുഡ് ഹാവ് വരുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് ഇത് തെറ്റാണ്. വിൽ ബി ഒരിക്കലും വരില്ല, ആ ടൈപ്പ് 1 വരുന്നതാണ്. ഡിഡിൻറ്റ് ഹാവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പഠിച്ചിട്ടില്ല, അപ്പോൾ അത് ഒരിക്കലും വരില്ല. അപ്പം ഇനി ആകെ വരണുള്ളൂ വുഡിൻറ്റ് ഹാവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വുഡിൻറ്റ് ഹാവ്, വുഡ് നോട്ട് ഹാവ് എന്ന് പറയാം. വുഡ് നോട്ട് ഹാവ് ടേക്കൺ, അത് ഇവിടെ വരും, നോട്ട് ഹാവ് ടേക്കൺ. അപ്പോൾ ടൈപ്പ് 3 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അൺലെസ് യു ചേഞ്ച് യുവർ ഹാബിറ്റ്സ്. ഇതാണ് ഞാൻ പറഞ്ഞത് അൺലെസ് വെച്ചിട്ട് വരുമെന്ന് പറഞ്ഞത്. അൺലെസ് യു ചേഞ്ച് യുവർ ഹാബിറ്റ്സ് ആണെങ്കിൽ ഇവിടെ ഡാഷ് ആണ്. അവിടെ എന്താ വരിക? ഓപ്ഷൻ എ യു വുഡ് സഫർ, ഓപ്ഷൻ ബി യു ഷുഡ് സഫർ, ഓപ്ഷൻ സി യു വിൽ സഫർ, ഓപ്ഷൻ ഡി യു ഷാൾ സഫർ. ഇവിടെ എഴുതിയിട്ടുണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ നോക്കുക. അൺലെസ് വന്ന ഭാഗം നോക്കാം. കണ്ടീഷൻ വരുന്നത് അൺലെസ്സാണ് വരിക. അൺലെസ് അല്ലെങ്കിൽ ഈഫാണ് വരുന്നത് പറഞ്ഞില്ലേ. അൺലെസ് യു ചേഞ്ച് യുവർ ഹാബിറ്റ്സ്. ഇതിൽ വന്നിരിക്കുന്നത് സിമ്പിൾ പ്രസൻ്റ് ആണ് വന്നിരിക്കുന്നത്. സിമ്പിൾ പ്രസൻ്റ് ആണ് വന്നിരിക്കുന്നത്. നമ്മൾ എന്താ ചെയ്യുക? മെയിൻ ക്ലോസിൽ വില്ല് ഷാള് കുഡ് അല്ല, വില്ലു ഷാള് ക്യാന് മേ പ്ലസ് ഇൻഫിനിറ്റീവാണ് വരിക. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കുമ്പോൾ യു ഷുഡ് യു വുഡ് സഫർ, അപ്പോൾ അത് ഒരിക്കലും വരില്ല. ടൈപ്പ് 1ൻ്റെ ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എ ഒരിക്കലും വരില്ല, നമുക്ക് മനസ്സിലായി. അപ്പോൾ ബിയും വരില്ല. അത് രണ്ടും പെട്ടെന്ന് തന്നെ കളയാൻ പറ്റും നമുക്ക്. ഇത് രണ്ടുമാണ് വരിക. ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ യു വില്ലാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. യു വില്ലുണ്ടെങ്കിൽ വില്ല് മാത്രമേ ആദ്യം യൂസ് ചെയ്യാവൂ. വില്ലുണ്ടെങ്കിൽ വില്ല് മാത്രമേ യൂസ് ചെയ്യാവൂ. അപ്പോൾ ഷാള് നമ്മൾ ഉപയോഗിക്കില്ല അവിടെ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുക വില്ലാണ്. വില്ലുണ്ടെങ്കിൽ വില്ലാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ അത് അൺലെസ് യു ചേഞ്ച് യുവർ ഹാബിറ്റ്സ് യു വിൽ സഫർ എന്നാണ് ഇതിന് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് യു ഹാഡ് കം ഐ ഡാഷ് ഫോർ യു. ഓപ്ഷൻ എ വുഡ് വെയിറ്റ്, ബി വിൽ വെയിറ്റ്, സി വുഡ് ഹാവ് വെയിറ്റഡ്, ഡി വിൽ ഹാവ് വെയിറ്റഡ്. നോക്കാം. ഇഫ് യു ഹാഡ് കം, അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഹാഡ് പ്ലസ് PPV ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വരിക. ഹാഡ് പ്ലസ് PPV എന്ന് പറഞ്ഞാൽ ഹാഡ് പ്ലസ് കം എന്ന് പറഞ്ഞാൽ കം എന്ന് പറയുന്നത് PPV ഫോമാണ്. അപ്പോൾ ഇഫ് യു ഹാഡ് കം ഐ ഡാഷ് ഫോർ യു. എന്താ വരിക? വുഡ് വെയിറ്റ് എന്ന് പറയുമ്പോൾ വരില്ല. വുഡ് വെയിറ്റ് എന്ന് ഒരിക്കലും വരില്ല. അപ്പോൾ ഇത് ടൈപ്പ് 3 ആയതുകൊണ്ട് വുഡ് വെയിറ്റ് വരില്ല. വുഡ് വെയിറ്റ് ആദ്യം കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ PSC കൊടുത്ത ഓപ്ഷൻ തന്നെയാണ്, ഞാൻ കൊടുത്തല്ല. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ PSC ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വുഡ് വെയിറ്റ് ആദ്യം കൊടുത്തിരിക്കുന്നത് PSC. അപ്പോൾ നമ്മൾ ആദ്യം ചാടിക്കയറാൻ വേണ്ടിയിട്ടാണ് വുഡ് വെയിറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വിൽ വെയിറ്റ് ഒരിക്കലും വരില്ല, ടൈപ്പ് 1-ലാണ്. പിന്നെ വിൽ ഹാവ് വെയിറ്റഡ് അങ്ങനെ സംഗതി നമ്മൾ പഠിച്ചില്ല, അപ്പോൾ അതല്ല. അപ്പോൾ ഇതിൽ ആൻസർ എന്ന് വരിക ഓപ്ഷൻ സി മാത്രമേ വരുള്ളൂ, വുഡ് ഹാവ് വെയിറ്റഡ്. ഇഫ് യു ഹാഡ് കം ഐ വുഡ് ഹാവ് വെയിറ്റഡ് ഫോർ യു എന്ന് വരും. Next question, I would have bought a Ferrari. Dash. Question A, if I had enough money. If I had enough money. If I would have enough money. If I would had enough money. ഇതിൽ ഈഫ് ക്ലോസ് അല്ല വന്നിരിക്കുന്നത്, ഇതിൽ മെയിൻ ക്ലോസ് ആണ് വന്നിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത് മെയിൻ ക്ലോസും വരാമെന്ന് പറഞ്ഞത്. അപ്പോൾ മെയിൻ ക്ലോസ് ആണ് ഇവിടെ ആദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ മെയിൻ ക്ലോസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വുഡ് ഹാവ് ആണ് ആദ്യം കാണുന്നത്. ആ വുഡ് ഹാവ് പ്ലസ് PPV വരുന്നത് ഏതാണ്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടീഷനാണ് വരിക. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടീഷനിൽ ഇവിടെ വരുന്നത് ഏതാണെന്ന് നോക്കുക. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടീഷനിൽ വരുന്നത് ഇവിടെ ഏതാണ്? ഇഫ് ഐ ഹാഡ് ഇനഫ് മണി നമ്മൾ ചാടിക്കറി അടിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതല്ല വരിക, സിമ്പിൾ പാസ്റ്റാണ് വരുന്നത്. ഇവിടെ ഹാഡ് ഒരു വെർബായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആണ് ഇവിടെ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അടുത്ത ഓപ്ഷൻ നോക്കുമ്പോൾ ഇഫ് ഐ ഹാഡ് ഇനഫ് മണി. ഹാഡ് ഇനഫ് മണി, ഹാഡ് പ്ലസ് PPV. ഈ ഹാഡ് ഇവിടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് വെർബായിട്ടാണ് വരിക. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആൻസർ വരിക. ഐ ഹാഡ് ഇനഫ് മണി. ഈ ഐ വുഡ് ഹാവ് ഇനഫ് മണി, ഇവിടെ വുഡ് ഹാവ് ഒന്നും ഇവിടെ വരില്ല, അപ്പോൾ തെറ്റാണ്. ഐ വുഡ് ഹാഡ് ഇനഫ് മണി ഇവിടെ വരില്ല, അത് തെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗം കഴിഞ്ഞു. ഇനി അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ഐ വെർ എ ബേർഡ്. ഞാൻ പറഞ്ഞത് ചില കണ്ടീഷൻസ് കണ്ടീഷനിൽ വരുന്ന പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇഫ് ഐ വെർ എ ബേർഡ്. ഓപ്ഷൻ ഐ വിൽ ഫ്ലൈ, I would fly, I would have fly, it would have fly. ഇതിലേതാ പറയുക? അപ്പോൾ നമ്മൾ ആദ്യം നോക്കി കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ഹാവ് ഫ്ലൈ എന്ന് ഒരിക്കലും വരില്ല, അത് ഉറപ്പാണ്. അപ്പോൾ ഇതിൽ സബ്ജക്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അടുത്തത് സിയിൽ നോക്കുമ്പോൾ ഐ വുഡ് ഹാവ് ഫ്ലൈ എന്ന് പറഞ്ഞാൽ വുഡ് ഹാവ് പറഞ്ഞാൽ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് വരണം. പാസ്റ്റ് പെർഫെക്റ്റ് അല്ല വന്നിരിക്കുന്നത്, അതുകൊണ്ട് അതല്ല. ഐ വിൽ ഫ്ലൈ എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസൻറ്റ് വരണം, അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് അല്ല, അപ്പോൾ ഇതല്ല.
ഇഫ് ഐ വേറെ ബേർഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റിന് നമ്മൾ ഉപയോഗിക്കുക വുഡ് പ്ലസ് ഇൻഫിനിറ്റീവ് അല്ലേ. അപ്പോൾ ഇതിൽ ആൻസർ ഐ വുഡ് ഫ്ലൈ എന്നാണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ഐ വേർ ദ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ. ഓപ്ഷൻ എ, ഐ വിൽ ക്യാൻസൽ ഓൾ എക്സാമിനേഷൻസ്. ഐ വുഡ് ക്യാൻസൽ ഓൾ എക്സാമിനേഷൻസ്. ഐ വുഡ് ഹാവ് ക്യാൻസൽഡ് ദ എക്സാമിനേഷൻസ്. ഐ വിൽ ഹാവ് ക്യാൻസൽഡ് ഓൾ എക്സാമിനേഷൻസ്. അതാണ് വരിക. നമ്മൾ ഈ ക്ലോസിലേക്ക് നോക്കുമ്പോൾ ഇഫ് ഐ വേർ ദ മിനിസ്റ്റർ ഓഫ്, ഐ വേർ ഉണ്ട്, അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ ടൈപ്പ് 2 ആണ് നമുക്ക് മനസ്സിലായി. ടൈപ്പ് 2 വരുമ്പോൾ വുഡ് പ്ലസ് ഇൻഫിനിറ്റീവ് ആണ് വരുന്നത്. വുഡ് പ്ലസ് ഇൻഫിനിറ്റീവ് വരുമെന്ന് പറയുമ്പോൾ ഐ വിൽ ഹാവ് ഒരിക്കലും വരില്ല. ഐ വുഡ് ഹാവ് വരില്ല. വുഡ് പ്ലസ് ഇൻഫിനിറ്റീവ് അല്ലേ വരുന്നുണ്ട്, വുഡ് ഹാവ് വരില്ല. അത് ടൈപ്പ് 3 വരിക. ഇനി ഐ വിൽ ക്യാൻസൽ ഒരിക്കലും വരില്ല. അപ്പോൾ ഐ വില്ലൊക്കെ വരുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടൈപ്പ് 1 അപ്പോൾ ഇവിടെ വരിക ഐ വുഡ് ക്യാൻസൽ ഓൾ എക്സാമിനേഷൻ. ഇത് കറക്റ്റാണ്. അപ്പോൾ ഇതാണ് വരിക. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടൈപ്പ് 2 ആണ്. സിമ്പിൾ പാസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഐ വുഡ് പ്ലസ് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുക. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് യു ഇൻവൈറ്റഡ് ഹെർ, ഇവളെ ക്ഷണിക്കുകയാണെങ്കിൽ ഷീ ഡാഷ് കം എന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ വുഡ്, ബി വിൽ, സി ഹാഡ്, ഡി വുഡ് ഹാവ്. ആൻസർ നോക്കുക. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ആദ്യം കണ്ടീഷൻ അനുസരിച്ച് നോക്കണം. ഇഫ് യു ഇൻവൈറ്റഡ് ഹെർ, ഇൻവൈറ്റഡ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് വരുമ്പോൾ ടൈപ്പ് 2 ആണ് വരുന്നത്. അത് തൊട്ടപ്പുറത്ത് നിന്ന് വരാം വുഡ്, ഷുഡ്, ഗുഡ് അങ്ങനെ വരണം. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ തന്നെ തന്നിട്ടുണ്ട്, വുഡ് എന്നുണ്ട്. അപ്പോൾ ഇതാണ് ആൻസർ വരിക. വില്ലൊരിക്കലും വരില്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആഡ് വരില്ല. ആഡ് വരുന്നത് മറ്റേ ഇതിലാണ്, ഏതാണ് ടൈപ്പ് 3 വുഡ് ഹാവ് വരുന്നത് ടൈപ്പ് 3 ആണ്. അപ്പോൾ ഇത് ടൈപ്പ് 2 ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതിനൊരിക്കലും വരില്ല. അപ്പോൾ ഇതിൽ ആൻസർ വരിക വുഡാണ്. ഇഫ് യു ഇൻവൈറ്റഡ് ഹെർ ഷീ വുഡ് കം എന്നാണ് വരിക. അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. 8ാമത്തെ ക്വസ്റ്റ്യൻ. യു വിൽ ഗെറ്റ് ഹൈ മാർക്സ്. യു വിൽ ഗെറ്റ് ഹൈ മാർക്സ് മെയിൻ ക്ലോസ് ആണ് വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ ഇഫ് യു വർക്ക് ഹാർഡ്, ഇഫ് യു ഹാഡ് വർക്ക്ഡ് ഹാർഡ്, ഇഫ് യു ഹാവ് വർക്ക്ഡ് ഹാർഡ്, ഇഫ് യു വർക്ക് ഹാർഡ്. സോറി, ഇവിടെ ഓപ്ഷൻസിൽ ഒരു ഇത് വരണം. ഇവിടെ എസ് ഉണ്ട് കേട്ടോ. ഇഫ് യു വർക്ക്സ് ഹാർഡ് എന്ന് വരും. ഇഫ് യു വർക്ക്സ് ഹാർഡ് എന്ന് വരും. അങ്ങനെ നോക്കുക. ഫസ്റ്റ് ഓപ്ഷനിൽ ഇഫ് യു വർക്ക്സ് ഹാർഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ നമ്മൾ ഇതിൽ മെയിൻ ക്ലോസ് നോക്കുക. മെയിൻ ക്ലോസിൽ വില്ലുണ്ട്. ഈ വില്ല് വന്നു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസൻ്റ് ആണ്. ഇനി അടുത്ത് ഈഫിൽ വരേണ്ടതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൽ നോക്കുക, സിമ്പിൾ പ്രസൻറ്റ് വരുന്നത് നോക്കുക. ഇഫ് യു വർക്ക്സ് ഹാർഡ് എന്ന് ആദ്യം വന്ന് ചെയ്യണം. ഇഫ് യു വർക്ക്സ് ഹാർഡ് ആണെങ്കിൽ നമ്മൾ ചാടിക്കയറി അടിക്കരുത്. ഇഫ് യു എന്ന് പറയുന്നത് പ്ലൂറലാണ്. അപ്പോൾ വർക്ക്സ് എന്ന് വരില്ല, വർക്കേ വരുള്ളൂ. അപ്പോൾ ഇത് ഒരിക്കലും വരില്ല. അപ്പോൾ അത് തെറ്റാണ്. നമ്മൾ ചാടിക്കയറി അടിക്കാൻ പാടില്ല. അടുത്ത് ഇഫ് യു ഹാഡ് വർക്കഡൊക്കെ വരുന്നത് ടൈപ്പ് 3 അപ്പോൾ നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. ഇഫ് യു ഹാവ് വർക്ക്ഡ് അത് ഇതിൽ വരില്ല, അത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആൻസർ എന്താ പറയുക, ഓപ്ഷൻ ഡി ആണ് പറയുക. ഇഫ് യു വർക്ക് ഹാർഡ്. ഇഫ് യു വർക്ക് ഹാർഡ്. അപ്പോൾ യു പ്ലൂറലായതുകൊണ്ട് വർക്ക് ഉപയോഗിക്കുക. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇതാണ് വരിക. ഇതിലെ ആൻസർ ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് തെറ്റിയിട്ട് എ ഓപ്ഷൻ തന്നെ ഇങ്ങനെ ഇടാം. നമ്മളത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് തെറ്റാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ 9. ഇഫ് ഷീ ഹാഡ് നോൺ ഹിസ് അഡ്രസ് ഷീ ഡാഷ് എ ലെറ്റർ ടു ഹിം. ഇഫ് ഷീ ഹാഡ് നോൺ ഹിസ് അഡ്രസ് ഷീ ഡാഷ് എ ലെറ്റർ ടു ഹിം. പിന്നെ റൈറ്റ് എ ലെറ്റർ, ഹാസ് റൈറ്റൺ, കുഡ് ഹാവ് റൈറ്റൺ, ഹാഡ് റൈറ്റൺ. നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ ക്ലോസിലേക്ക് നോക്കുക. ഈ ക്ലോസിലേക്ക് പോകുമ്പോൾ ഹാഡ് നോൺ എന്ന് കാണുന്നുണ്ട്. പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഇവിടെ വുഡ് ഹാവ്, കുഡ് ഹാവ്, ഷുഡ് ഹാവ് അങ്ങനെയുള്ള ഫോമിൽ വരണം. അപ്പോൾ നമുക്കത് അറിയാം, ടൈപ്പ് 3 ആണ് അറിയാം. അപ്പോൾ ഇതൊരിക്കലും വരില്ല, ഇതൊരിക്കലും വരില്ല. അപ്പോൾ ഇവിടെ ആകെ കാണുന്നത് ഇവിടെ കുഡ് ഓപ്ഷനിൽ കൊടുക്കുന്നതുകൊണ്ട് കുഡ് കൊടുക്കുക. ഇവിടെ വുഡാണ് കൊടുത്തു കഴിഞ്ഞാൽ വുഡ് എന്നാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇത് കറക്റ്റ് ആൻസർ ആയിരിക്കും. ഇത് ഹാഡ് റൈറ്റൺ അത് വരില്ല, അങ്ങനെ വരില്ല. ഹാഡ് റൈറ്റൺ എന്ന് വരേണ്ടത് ഇവിടെയാണ്, ഈ ഇഫിൻ്റെ അവിടെ വരിക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് വരിക, ഇഫ് ഷീ ഹാഡ് നോൺ ഹിസ് അഡ്രസ് ഷീ കുഡ് ഹാവ് റൈറ്റൺ എ ലെറ്റർ ടു ഹിം വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 10. ഇഫ് യു ഡ്രോ ഫാസ്റ്റ്. ഇഫ് യു ഡ്രോ ഫാസ്റ്റ് യു ഡാഷ് ദർ ഇൻ ടൈം. ഇഫ് യു ഡ്രോ ഫാസ്റ്റ് യു ഡാഷ് ദർ ഇൻ ടൈം. വിൽ റീച്ച്, വുഡ് ഹാവ് റീച്ച്ഡ്, റീച്ച്ഡ്. ഏതാണ് ആൻസർ വരിക നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇഫിൽ നോക്കുമ്പോൾ ഇഫ് യു ഡ്രോ ഫസ്റ്റ്, ഡ്രൈവ്, ഡ്രോവ് അങ്ങനെ വരാം. ഡ്രൈവ്, ഡ്രോവ് വരുമ്പോൾ സിമ്പിൾ പാസ്റ്റാണ് വരുന്നത് മനസ്സിലായി. സിമ്പിൾ പാസ്റ്റാണ്. ഡ്രൈവ്, ഡ്രോവ്, ഡ്രൈവൺ എന്ന് പറയാം. അപ്പോൾ ഇത് സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് തൊട്ടപ്പുറത്ത് വുഡ് വരണം എന്ന് ഉറപ്പാണ്. വുഡ് പ്ലസ് ഇൻഫിനിറ്റി വരണം. അപ്പോൾ വില്ല് റീച്ച് ഒരിക്കലും വരില്ല. വുഡ് ഹാവ് റീച്ച്ഡ് ഒരിക്കലും വരില്ല. അത് ടൈപ്പ് 3 വരാണ്. ടൈപ്പ് 2 ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. റീച്ച്ഡ് വരില്ല. റീച്ച്ഡ് നമ്മൾ മാത്രമായിട്ട് ഒരിക്കലും വരില്ല. നമുക്ക് വില്ല വുഡ് എന്തെങ്കിലും ചേർക്കാൻ വരില്ല.
റീച്ച്ഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റിൽ വരുന്ന സാധനമാണ്, അത് ഈഫിൽ വരേണ്ടതാണ്, അതുകൊണ്ട് ഇതിൽ വരില്ല. അതിൽ ആൻസർ വരിക ബി ആണ്, വുഡ് റീച്ച്. അപ്പോൾ ആൻസർ ഇഫ് യു ഡ്രോ ഫാസ്റ്റ് യു വുഡ് റീച്ച് ദെയർ ഇൻ ടൈം വരും. ഇനി അടുത്തൊരു സ്ലൈഡ് നോക്കാം. ഈ ക്വസ്റ്റനിൽ അടുത്ത് 11. ഇഫ് ഹി ആസ്ക് മീ ഡാഷ് അപ്പ് എയർലി യു കുഡ് സീ ദ സൺറൈസ്. ഇങ്ങനെ ചോദിക്കാം, ഒരു വാക്ക് മാത്രം മാറ്റിയിട്ട് ചോദിക്കാം. വെർബിൻ്റെ പാസ്റ്റും പാർട്ടിസിപ്പിളും ഇതൊക്കെ അറിയണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിക്കാം. ഇത് പി എസ് സി വെച്ചിട്ടുള്ള തന്നെയാണ്, ഇങ്ങനെ ചോദ്യം വരും. അപ്പോൾ ഇഫ് ഹി ആസ്ക് മീ ഡാഷ് അപ്പ് എയർലി യു കുഡ് സീ ദ സൺറൈസ്. അപ്പോൾ ഇഫ് ഹി ആസ്ക് മീ എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസൻറ്റിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ വെർബ് കണ്ടിട്ടില്ല, വെർബാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പുറത്ത് നോക്കുക, യു കുഡ് സീ എന്നാണ് വന്നിരിക്കുന്നത്. യു കുഡ് സീ എന്ന് പറയുന്നത് വരുന്നത് എങ്ങനെയാണ്? കുഡ് പ്ലസ് ഇൻഫിനിറ്റി വരുന്നത് ടൈപ്പ് 2-ലാണ്. അപ്പോൾ അത് ടൈപ്പ് 2 ആണെന്ന് മനസ്സിലായി. ടൈപ്പ് 2 ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് വരുമെന്നറിയാം. അത് നമ്മൾ ഓപ്ഷനിൽ നോക്കുക. വെയ്ക്ക് സിമ്പിൾ പാസ്റ്റ് അല്ല, വെയ്ക്സ് സിമ്പിൾ പാസ്റ്റ് അല്ല, വോക്കൺ സിമ്പിൾ പാസ്റ്റ് അല്ല, പാസ്റ്റിൽ വരുന്നില്ല. അതിൽ പാസ്റ്റിൽ വരുന്ന വോക്ക് മാത്രമേ ഉള്ളൂ. ഈ ആൻസർ ഇഫ് ഹി ആസ്ക് മീ അപ്പോൾ എയർലി യു കുഡ് സീ ദ സൺറൈസ്. വെയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസൻറ്റിലാണ്, അപ്പോൾ പ്രസൻറ്റിലാണ് അത് വരില്ല, ഇതും പ്രസൻറ്റിലാണ്. അപ്പോൾ പാസ്റ്റിൽ വരേണ്ട, അപ്പോൾ വോക്കാണ് ഇവിടെ ആൻസർ വരിക. അടുത്ത് ഇത് കമ്പ്യൂട്ടർ ഡാഷ് ഓൺ ഹി വുഡ് സെൻഡ് ഇമെയിൽസ്. അപ്പോൾ ഈ ഹി വുഡ് സെൻഡ് ഇമെയിൽസ് എന്നാണ് വന്നിരിക്കുന്നത്. വുഡ് സെൻഡ് ഇമെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അറിയാം അത് സിമ്പിൾ പാസ്റ്റ് വരുമെന്നറിയാം. അപ്പോൾ ഇവിടെ പാസ്റ്റ് വരുന്നത് ഏതാണെന്ന് നോക്കുക. ഇത് പാസ്റ്റല്ല, ഇത് പാസ്റ്റല്ല, ഇത് പാസ്റ്റല്ല, അപ്പോൾ പാസ്റ്റ് വരുന്നത് പാസ്സാണ്. അതാണ് ആൻസർ വരിക. അടുത്ത് ഇഫ് ഹി ആസ്ക്ഡ് മീ ഐ ഡാഷ് ഇറ്റ് ടു ഹിം. ഹി ആസ്ക്ഡ് മീ ഐ ഡാഷ് ഇറ്റ് ടു ഹിം. ഈ സിമ്പിൾ പാസ്റ്റിലാണ് വരുന്നത് മനസ്സിലായി. സിമ്പിൾ പാസ്റ്റിൽ വരണമെങ്കിൽ വുഡ് പ്ലസ് സംഗതി വരണം. ഇവിടെ വുഡ് ഇല്ല, ഇവിടെ വുഡ് ഉണ്ട്, പക്ഷേ ഇത് തേർഡ് ഫോമിലാണ് വരിക. ഇവിടെയും അല്ല, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരിക. വുഡ് പ്ലസ് ഇൻഫിനിറ്റീവാണ് വരിക. അടുത്ത് ഇഫ് ഐ ഹാഡ് എ മില്യൺ പൗണ്ട്സ് I had bought an estate, I will buy an estate, I would buy an estate, I would have bought an estate. ഏതാണ് വരിക? ഇഫ് ഐ ഹാഡ് എ മില്യൺ പൗണ്ട്സ്. നമ്മൾ ഈ ക്ലോസിലേക്ക് നോക്കുക. ഇഫ് ഐ ഹാഡ് എ മില്യൺ, ഹാഡ് പ്ലസ് പി പി അല്ല വന്നിരിക്കുന്നത്, ഹാഡ് മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് സിമ്പിൾ പാസ്റ്റായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ പാസ്റ്റായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റിൻ്റെതാണ് ഇത് എഴുതേണ്ടത്. അപ്പോൾ ഐ ഹാവ് ടൈപ്പ് 2-ലാണ് വരുന്നത്. അപ്പോൾ ഇത് വരില്ല, രണ്ടാമത്തെ വരില്ല, മൂന്നാമത്തെയാണ് വരിക. ഐ വുഡ് ബൈ നാലാമത്തെ വരില്ല, അത് ടൈപ്പ് 3-ലാണ്. അപ്പോൾ ടൈപ്പ് 2 ആയതുകൊണ്ട് ഇത് മൂന്നാമത്തെയാണ് വരിക. അപ്പോൾ ഇത് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്രയും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണുള്ളത്. ഇതിലെല്ലാ മോഡലും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ മോഡലൊക്കെ വരാറുള്ളൂ, ഇതിലപ്പുറത്ത് വരില്ല. ഇനി വരുന്നതാണെങ്കിൽ എക്സെപ്ഷണൽ കേസ് കുറച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ജസ്റ്റ് നോക്കി വെച്ചാൽ മതി, ആ മോഡലേ വരുള്ളൂ. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം കണ്ടിട്ട് മനസ്സിലായെങ്കിൽ ഒരു പ്രാവശ്യം കൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് കംപ്ലീറ്റ് ക്ലിയർ ആയി കിട്ടും. 1 മാർക്ക് എന്തായാലും കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ആവശ്യമുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.